നേരം പരപരാ വെളുത്തു. ഹോട്ടലിൽ നിന്ന് നല്ല രീതിയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് പുറത്തേക്കിറങ്ങിയ നമ്മൾ കണ്ടത് കനത്ത മഴ. നമ്മുടെ ആംസ്റ്റർഡാമിലെ 2ാം ദിവസത്തിലേക്ക് സ്വാഗതം. കുറച്ച് നല്ല മനസ്സുകൾ ഞാൻ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് കാണിച്ചു തരും. ബസ് വരാൻ ഇനിയും 6 മിനിറ്റ് ഉണ്ടെന്നറിഞ്ഞ പ്രിയ തിരികെ ഹോട്ടലിൽ പോയി നമ്മൾ മറന്നുപോയ നൈലമോളുടെ ജാക്കറ്റുമായി മടങ്ങി വന്നു. ആ വലിയ മനസ്സ് ആരും കാണാതെ പോകരുത്. അരമണിക്കൂറായിട്ട് നമ്മൾ പോവേണ്ട ബസ് മാത്രം കാണാതായപ്പോൾ നമ്മൾ മെട്രോ മാർഗം പോവാമെന്ന് കരുതി നേരെ മെട്രോ സ്റ്റേഷനിലെത്തി. ജാക്കറ്റ് പോയി എടുത്തുകൊണ്ട് വന്നുകൊണ്ടാണെന്ന് തോന്നുന്നു ആ മഴ പാടെ നിന്നു. നമ്മളിപ്പോൾ പോകുന്നത് ആംസ്റ്റർഡാം ബോസ് എന്ന് പറയുന്ന ഒരു വലിയ പാർക്കിലേക്കാണ്. മെട്രോ സ്റ്റേഷനിൽ നിന്നും ഇറങ്ങിയപ്പോൾ നമ്മൾ കണ്ടത് ചിറകുണ്ടായിട്ടും നടന്നിറങ്ങുന്ന ഈ പ്രാവിനെയാണ്. ആ മനസ്സാരും കാണാതെ പോകും. അങ്ങനെ പ്രാവിൽ ഇൻസ്പിറേഷനായി ആംസ്റ്റർഡാം ബോസിലേക്ക് നമ്മൾ നടന്ന് നീങ്ങാന്ന് കരുതി. അപ്പോഴേക്കും നൈലമോൾ ഉറങ്ങിയിരുന്നു. അങ്ങനെ നടന്ന് നമ്മൾ ആംസ്റ്റർഡാം ബോസിലെത്തി. ബോസ് എന്ന പേര് പോലെ തന്നെ നല്ല വലിയ ഒരു പാർക്കാണിത്. പ്രധാനമായും കുട്ടികൾക്ക് വേണ്ടിയുള്ള പാർക്കാണ്. നിറയെ നടക്കാനും എക്സ്പ്ലോർ ചെയ്യാനും അഡ്വഞ്ചറസ് ആക്ടിവിറ്റീസും റിവേഴ്സും കനാൽസും പ്ലേ ഗ്രൗണ്ടും ഒക്കെ ഉണ്ട് ഇവിടെ. അങ്ങനെ നൈലമോൾ ഉറങ്ങിയ ഗ്യാപ്പിൽ നമ്മൾ ഒരിടത്തിരുന്ന് കാലൊക്കെ സ്ട്രെച്ച് ചെയ്തപ്പോഴേക്കും അവളുടെ എണീറ്റു. പിന്നെ അവളുടെ കുഞ്ഞിക്കാലുകൾ അവിടുത്തെ പച്ചപ്പിൽ പിച്ച വയ്ക്കാനും ഓടാനും തുടങ്ങി. അങ്ങനെ കുറച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ അവിടെ നിന്ന് മടങ്ങാന്ന് കരുതി. തിരികെ പോകുന്ന വഴിയിൽ ദേ വരാന്താന്നൊരു ഹോട്ടൽ കണ്ടു. അവിടെ കയറി ഭക്ഷണം കഴിക്കാമെന്ന് കരുതി. നല്ല വിശപ്പായിരുന്നുകൊണ്ട് ഭക്ഷണത്തിന് വലിയ രുചിയായിരുന്നു. അങ്ങനെ ഹെൽത്തിയായി കുറച്ച് സാലഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റിച്ച് മ്യൂസിയത്തിലേക്ക് പോകാമെന്ന് കരുതി. മ്യൂസിയത്തിൽ എത്തിയപ്പോഴാണ് നമ്മൾ അറിയുന്നത് അത് ക്ലോസ് ചെയ്യാൻ 1 മണിക്കൂറേ ഉള്ളൂ. ആ കൗണ്ടറിൽ നിന്ന് ആള് പറഞ്ഞു അത് അത്യാവശ്യം 3 മണിക്കൂറെങ്കിലും വേണം നന്നായി എക്സ്പ്ലോർ ചെയ്യാൻ. അപ്പം നമ്മളത് സ്കിപ്പ് ചെയ്യാമെന്ന് കരുതി നേരെ വൊണ്ടേൽ പാർക്കിലേക്ക് നടന്നു നീങ്ങി. പോകുന്ന വഴിയിൽ ഒരു മൾട്ടിനാഷണൽ ഫുഡ് ഫെസ്റ്റിവൽ പോലെയൊക്കെ കണ്ടു. വയറ് ഫുള്ളായിരുന്നുകൊണ്ട് അവിടെയൊന്നും നമ്മൾ നിൽക്കാതെ നേരെ പാർക്കിലോട്ട് പോയി. വൊണ്ടേൽ പാർക്കിലെത്തിയ നമ്മൾ ഇതും ഒരു പാർക്കല്ലേ എന്ന് മനസ്സിലായി. പിന്നെ ക്ഷീണം കാരണം നേരെ ഹോട്ടൽ മുറിയിലേക്ക് പോയി ചെറിയൊരു റെസ്റ്റിന് ശേഷം നമ്മൾ തിരികെ വീണ്ടും ഇറങ്ങി. വൈകുന്നേരം ഒരു 6:30 കാണും. സൺസെറ്റും ആ ഗോൾഡൻ സ്കൈയൊക്കെ എൻജോയ് ചെയ്ത് നമ്മൾ ആംസ്റ്റർഡാം സെൻട്രലിലേക്കാണ് പോകുന്നത്. ആംസ്റ്റർഡാം സെൻട്രലാണെങ്കിലോ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. അവിടെയുള്ള ബിൽഡിങ്സും ആ ബ്ലൂ സ്കൈയും സിറ്റിയിലുള്ള ആക്ടിവിറ്റീസും ആ തിരക്കും ഒക്കെ കണ്ട് നമ്മളങ്ങനെ പതിയെ നടന്നു നീങ്ങി. ആംസ്റ്റർഡാമിൽ പാൻ കേക്ക് വളരെയധികം ഫേമസ് ആണ്. അതുകൊണ്ട് നമ്മളൊരു ഷോപ്പിൽ കയറി കുറച്ച് പാൻ കേക്ക് കഴിച്ചു. പോകുന്ന വഴി ഈ ചെറിയ സ്ട്രീറ്റിലൂടെയും ഒരു ഫയർ എഞ്ചിൻ വളച്ചെടുക്കുന്നത് കണ്ടു. ആ ഡ്രൈവറിന്റെ മനസ്സാരും കാണാതെ പോകരുത്. പിന്നെ ഈ സ്ട്രീറ്റിലെ നിയോൺ ലൈറ്റ്സ് ഒക്കെ എൻജോയ് ചെയ്ത് നേരെ ചെന്നെത്തിയത് റെഡ് സ്ട്രീറ്റിലാണ്. റെഡ് സ്ട്രീറ്റിലൊക്കെ ഭയങ്കര തിരക്കാണ്. അവിടെ കുറച്ചു നേരം എക്സ്പ്ലോർ ചെയ്ത ശേഷം നമ്മൾ പതിയെ നടന്ന് പുറത്തേക്ക് വന്ന് കാഴ്ചകളും കണ്ട് നേരെ റൂമിലേക്ക് പോയി റെസ്റ്റ് എടുത്തു. ഇനിയുള്ള കാഴ്ചകൾ കാണാനായി അടുത്ത വീഡിയോയിലും വരണം ട്ടോ.